സാഹചര്യങ്ങളെ കുറ്റപ്പെടുത്തുന്നതിന് പകരം അവയിൽ നിന്ന് പഠിക്കാൻ ശ്രമിക്കുക. കാരണം ഓരോ ബുദ്ധിമുട്ടുകളും ഒരു പുതിയ പാഠം നൽകുന്നു. മറ്റൊരാൾക്ക് നൽകാൻ നിങ്ങൾക്ക് ഒന്നുമില്ലെങ്കിൽ സ്നേഹവും ആദരവും നൽകുക. ഇത് രണ്ടും ഒരു മഹത്തായ ദാനമാണ്. ദയയോടെ സംസാരിക്കുക. കാരണം നിങ്ങളുടെ വാക്കുകൾക്ക് സുഖപ്പെടുത്താനോ ഉപദ്രവിക്കാനോ ഉള്ള ശക്തിയുണ്ട്. മറ്റുള്ളവരുടെ കുറ്റവും കുറവും കാണാനും പറയാനും എല്ലാവർക്കും നല്ല കഴിവാണ്. അവനവൻ്റെ ഉള്ളിലേക്ക് നോക്കി സ്വന്തം കുറ്റവും കുറവും മനസ്സിലാക്കാനുള്ള ധൈര്യമാണ് ആദ്യം വേണ്ടത്. ജീവിതം ചിലപ്പോൾ വളരെ വിചിത്രമാണ്. നമ്മളെ സഹായിക്കുമെന്ന് കരുതുന്നവർ പോലും നോക്കി നിൽക്കുമ്പോൾ നമ്മൾ സ്വപ്നത്തിൽ പോലും കാണാത്തവർ നമ്മളെ സഹായിക്കാൻ എത്തുന്നത് കാണാം. ശരിയാണെന്ന് ഉറപ്പുള്ള ഒരു കാര്യത്തിന് വേണ്ടി സംസാരിക്കുമ്പോൾ എത്രയൊക്കെ എതിർപ്പുകൾ നേരിട്ടാലും ധൈര്യത്തോടെ നിൽക്കുക. തോറ്റുപോയാലും ന്യായത്തിന് വേണ്ടിയാണെന്നുള്ള സന്തോഷമുണ്ടാകും. എന്തിനാണ് വിധിയെയോ മറ്റുള്ളവരെയോ കുറ്റപ്പെടുത്തുന്നത്? സ്വപ്നങ്ങൾ നമ്മുടേതാകുമ്പോൾ പരിശ്രമവും നമ്മുടേതായിരിക്കണം. കിട്ടിയേ തീരൂ എന്ന ചിന്തയിൽ ആരംഭിച്ച് വേണ്ടിയിരുന്നില്ല എന്ന ചിന്തയിൽ അവസാനിച്ച ആഗ്രഹങ്ങളാകും നമുക്ക് അധികവും ഉണ്ടായിട്ടുള്ളത്. ഏതൊരു ബന്ധത്തിൻ്റെയും അടിത്തറ പരിഗണന തന്നെയാണ്. നമ്മളെ പരിഗണിക്കുന്നിടത്താണ് സ്നേഹവും സ്നേഹിക്കപ്പെടാനും മനസ്സ് വെമ്പുന്നത്. ആകസ്മികമായി ആരെയും നിങ്ങൾ കണ്ടുമുട്ടാറില്ല. അവിടെ എന്തെങ്കിലും ഒരു കാരണമുണ്ടായിരിക്കും. ഒന്നുകിൽ ഒരു പാഠം, അല്ലെങ്കിൽ ഒരു അനുഗ്രഹം. ഞാൻ പറയും നീ കേൾക്കും എന്നിടത്തല്ല, പരസ്പരം പറയാൻ അവസരമുള്ളിടത്തും പരസ്പരം കേൾക്കാൻ മനസ്സും ഉള്ളിടത്താണ് ബന്ധങ്ങൾ ആകാശം പോലെ വിശാലമാകുന്നത്. മുഖം നോക്കി മനസ്സ് വായിക്കുന്ന, പറയാതെ തന്നെ നമ്മുടെ നിശബ്ദതയെ മനസ്സിലാക്കുന്ന, തളർന്നു പോകുന്നിടത്ത് കൈത്താങ്ങാവുന്ന ചിലരെങ്കിലും ജീവിതത്തിലുണ്ടെങ്കിൽ അവരാണ് യഥാർത്ഥ സുഹൃത്തുക്കൾ. വാക്കുകളിൽ തരുന്ന സ്നേഹമല്ല, പ്രവൃത്തികളിൽ തരുന്ന സ്നേഹമാണ് വിശ്വസിക്കേണ്ടത്. ജീവിതത്തിൽ ഏറ്റവും വലിയ സെൽഫ് മോട്ടിവേഷൻ എന്ന് പറയുന്നത് വാശിയാണ്. നമ്മൾ തോറ്റു കാണണം എന്ന് ആഗ്രഹിക്കുന്നവരുടെ മുന്നിൽ ജയിച്ചു കാണിക്കണം എന്ന വാശി. ആത്മവിശ്വാസം ഉണ്ടാവുന്നത് എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരങ്ങൾ ഉണ്ടാകുമ്പോഴല്ല, മറിച്ച് എല്ലാ പ്രശ്നങ്ങളെയും നേരിടുമ്പോഴാണ്. ഓരോരുത്തർക്കും അവരവരുടേതായ സ്വാർത്ഥതകളുണ്ട്. അത് എത്ര അടുത്ത ബന്ധം ആണെങ്കിൽ പോലും. ജീവിതത്തിൽ എത്ര തോറ്റാലും അവസാനം നമ്മൾ വിജയിക്കുന്ന ഒരു നിമിഷം വരും. അതിന് നമ്മൾ പരിശ്രമം എന്ന് പറയും. നാട്ടുകാർ അതിനെ അവൻ്റെയൊക്കെ ഭാഗ്യമെന്ന് പറഞ്ഞു നടക്കും. എത്രമാത്രം ഒറ്റപ്പെട്ടു പോയാലും മറ്റൊരാൾക്കും ശല്യമാവാതിരിക്കുക. കാരണം ഒറ്റപ്പെടലിനേക്കാൾ വേദനയാണ് ഒഴിവാക്കലുകൾക്ക്. വാക്കുകൾ നുണയായിരിക്കാം, പക്ഷെ പ്രവൃത്തികൾ സത്യം വിളിച്ചു പറയും. ജീവിതത്തിലെ മോശം ദിവസം അത് നിങ്ങൾ ചിരിക്കാത്ത ദിവസമാണ്. ഒരാളുടെ മനസ്സ് അറിയണമെങ്കിൽ അവരുടെ വാക്കുകൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് അവരുടെ ഹൃദയം അറിയണമെങ്കിൽ അവരുടെ പ്രവൃത്തികൾ ശ്രദ്ധിക്കുക.